സ്ക്രിപ്റ്റ് ഒന്ന് നോക്കാലോ. ഓക്കെ. ഷോർട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്ക്. ഓക്കെ. അങ്ങോട്ട് നല്ല ഫ്രെയിമാണ്. സൂരജ് റെഡി, സ്റ്റാർട്ട് ക്യാമറ. സർ, ഈ ഫ്രെയിം ഓക്കെ അല്ലേ? കുറച്ച് കോമ്പാക്റ്റ് ചെയ്തോ. മോൻ ഫുഡ് കഴിച്ചോ? ഇല്ല. കുട്ടാച്ചു, ആ മോന് ഫുഡ് കൊടുക്ക്. ഇതാ കഴിച്ചോട്ടോ. ഇത് നമ്മൾ അവിടെ കണ്ട കുട്ടിയല്ലേ? അതെല്ലോ. മോർണിംഗ് വാ. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? മോൻ്റെ പേരെന്താ? വീട് എവിടെയാ? എന്തെങ്കിലും ഒന്ന് പറ കൊച്ചനെ. മോൻ്റെ പേരെന്താ? അനീജ്. എവിടെ വീട്? അപ്പോ മോൻ ഇത്രയും കാലം എവിടെയാ താമസിച്ചേ? എൻജോയ്ഡ് ഓർഫനേജ്. മോൻ എങ്ങനെയാ ഇവിടെ ഒറ്റയ്ക്ക് വന്നേ? മോൻ്റെ കൂടെ ആരുമില്ലേ? ഇല്ല. മോനെ അവിടെ തിരിച്ചു കൊണ്ടാക്കട്ടെ? വേണ്ട. മോൻ എൻ്റെ കൂടെ പോരുന്നോ? പോവാം. സിസ്റ്റർ ജസ്റ്റിനിപ്പോ കളവ് പറയാൻ തുടങ്ങിയോ? പറഞ്ഞത് കളവാണ്, പക്ഷേ അതാരും വേദനിപ്പിക്കാനല്ല. നീ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നത്? എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നത്? ആ കൊച്ചിന് വല്ലതും പറ്റി കാര്യങ്ങൾ മൊത്തം കൈവിട്ടു പോയേ. സംഭവിക്കരുത്. അവൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ? എവിടെ അന്വേഷിക്കും? ആരോട് ചോദിക്കും? അവൻ എവിടെ നിന്നോ വന്നു, എങ്ങോട്ടോ പോയി. അവനെ മറക്കാൻ നിന്നോട് പറയാമായിരുന്നു. പക്ഷെ ഇതിപ്പോ അവനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ നീ അകത്താവും. ഞാൻ അകത്താവുന്നത് മാത്രമല്ല എൻ്റെ പ്രശ്നം, അവനെ കണ്ടുപിടിക്കുക എന്നുള്ളത് കൂടിയാ. അതിന് ജോമോൻ എന്നെ സഹായിക്കണം, അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ. വാ, വന്ന് വണ്ടി കയറ്. നിങ്ങൾ എവിടുന്നാ വരുന്നേ? എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? ഞങ്ങൾക്കൊരു വിവരം അറിയണം. പറയൂ. ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടി ഇവിടെ ഉണ്ടായിരുന്നാണോ? ഇത് നമ്മുടെ അല്ലല്ല, ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ ഇല്ല. അല്ല മദറേ, ഇത് നമ്മുടെ ഈശോ, പുറത്തു പോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളാം. ശരി. ഇങ്ങനെ ഒരു കുട്ടിയെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല. മറ്റൊന്നും ചോദിക്കാനില്ലെങ്കിൽ ദയവായി പോവാം. ഞങ്ങളുടെ വരവും സംസാരവും മദറിനെ അസ്വസ്ഥമാക്കുന്നുണ്ടല്ലേ? ഈ തിരുവസ്ത്രത്തോട് ബഹുമാനം ഉള്ളതുകൊണ്ട് പറയാ, ദയവായി പുറത്തു പോണം. പക്ഷേ തിരിച്ചൊരു ബഹുമാനക്കുറവ് തോന്നുന്നുണ്ട് ഈ പെരുമാറ്റത്തോട്. ജസ്റ്റിന,
മദറിന്റെ പെരുമാറ്റത്തിൽ എനിക്കെന്തോ സംശയമുണ്ട്. അത് ശരിയാ. പക്ഷേ രജിസ്റ്ററിൽ കുട്ടിയുടെ പേരില്ലല്ലോ. അതെ, അതാണ് എൻ്റെ സംശയം. നമുക്കൂടെ മറ്റു ഓർഫനേജിലും കൂടെ ഒന്ന് അന്വേഷിച്ചാലോ? അനീജ് ഈ ഓർഫനേജിലാണെന്ന് നമുക്കറിയാവുന്ന കാര്യമല്ലേ, പിന്നെ മറ്റൊരു അന്വേഷണത്തിൻ്റെ ആവശ്യമുണ്ടോ? വാ കയറ്, നോക്കാം. ഇവിടുന്ന് ഇപ്പൊ പോയ പയ്യനേതാ? ജോമോൻ. ഇവിടെ ഒരു അധ്യാപകന്റെ ഒഴിവുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത കൂട്ടത്തിലല്ലേ? 10-40 ലക്ഷം രൂപ തരാൻ വരെ ഇവിടെ ആളുണ്ട്. അതിന്റെ ഇടയിൽ അവന്റെ ഒരു സെന്റിമെന്റ്സ്. കർത്താവിനറിയാം ആർക്കൊക്കെ ധനം കൊടുക്കണമെന്നും ആരെ ദരിദ്രനാക്കണമെന്നും. ഒന്നും കാണാതെ ആർക്കും അങ്ങേര് ഒന്നും കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ കാശ് കിട്ടാതെ ആർക്കും ജോലി കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. അച്ചോ, B.Ed കഴിഞ്ഞൊരു ഉദ്യോഗാർത്ഥി ജോലി ആഗ്രഹിച്ചത് തെറ്റാണോ? ഒഴിവുള്ള സീറ്റിലേക്ക് ലക്ഷങ്ങൾ വാങ്ങി ജോലി കൊടുക്കുന്നതല്ലേ തെറ്റ്? നീ എന്നെ തെറ്റ് ശരിയൊന്നും പഠിപ്പിക്കണ്ട. നീ എന്താ ഇവിടെ? ഞാനൊരു ടീച്ചറെ കാണാൻ വന്നതാ. പക്ഷേ അതല്ലല്ലോ പ്രശ്നം. എനിക്കല്ലെങ്കിൽ തന്നെ ഒരുപാട് ചീത്തപ്പേരുണ്ട്. ചീത്തപ്പേരല്ല, അഹങ്കാരം. സഭയ്ക്കെതിരെയും സഭയുടെ സ്ഥാപനങ്ങൾക്കെതിരെയും നീ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. സഭയുടെ കീഴിലുള്ള കോളേജും സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ നിങ്ങൾക്ക് വിലപേശി കച്ചവടം നടത്താനുള്ള ഒരു ചന്തയല്ല. സഭാവസ്ത്രമിട്ട് നീ ആർക്കെതിരെയാണ് സംസാരിക്കുന്നറിയോ? സഭയ്ക്കെതിരെയോ? ഒരിക്കലുമല്ല. ഈ സഭ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന ബാഹ്യമായ ഒരു ചട്ടക്കൂട് മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അതിപരിശുദ്ധമായ ഒരു ആലയമാണ്. ഒളിവ് ജീവിതം അവസാനിപ്പിച്ചു വന്ന ഈശോ ആദ്യം ചെയ്തത് തന്റെ ആലയത്തിലെ കച്ചവടക്കാരെയും പ്രാവു വിൽപ്പനക്കാരെയും നാണയമാറ്റക്കാരെയും എല്ലാം ചമ്മട്ടിക്കടിച്ച് പുറത്താക്കുകയായിരുന്നു. വിശക്കുന്നവൻ അപ്പവും ദാഹിക്കുന്നവന് വീഞ്ഞും ഒരുക്കുന്നവനായിരുന്നു കർത്താവ്. പക്ഷേ അവന്റെ നാമത്തിൽ പടുത്തുയർത്തിയ പള്ളിമേടകളിൽ നിന്നും സ്നേഹം കരുണയൊക്കെ എന്നെ തൂത്തറിയപ്പെട്ടിരിക്കുന്നു. അവന്റെ ജനത്തെ നിങ്ങൾ അങ്ങനെയാക്കി തീർത്തതല്ലേ? നിശബ്ദമായി നിന്ന് എല്ലാം സഹിക്കുന്ന ഒരു സമൂഹത്തെയാണ് നിങ്ങൾ വാർത്തെടുത്തത്. സാധാരണക്കാരന്റെ മനസ്സിൽ സ്നേഹവും കരുണയൊക്കെ എന്നെ വറ്റി വരണ്ടു. വീടില്ലാത്തൊരു സാധു കുടുംബത്തിന് കൂര പണിയാൻ പിരിവിട്ടാൽ ആരും ഉത്സാഹം കാണിക്കില്ല. 5-10 കോടികൾ മുടക്കി പണിയുന്ന ഓരോ പള്ളികൾക്കും ലക്ഷങ്ങളും കോടികളും കൊടുക്കാൻ ഇവിടെ ആളുകളുണ്ട്. വെറും നേർച്ചപ്പെട്ടിയിലാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്. നിർത്തരുത് ഇതിന്റെ അധിക പ്രസംഗം. എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും തീരുമാനിക്കാനൊക്കെ ഇവിടെ ആളുകളുണ്ട്. സഭയ്ക്ക് ദുഷ്പേരുണ്ടാക്കാൻ കൊടിയും പിടിച്ച് ചിലരും ഇറങ്ങും. ഒരു കാര്യമില്ല. വിശ്വാസത്തിന്റെ പുറത്ത് കെട്ടിപ്പൊക്കിയ കോട്ടയാ. അത് അങ്ങനെയൊന്നും തകർക്കാൻ കഴിയില്ല. വിശ്വാസത്തിന്റെ പേരിൽ നിങ്ങൾ ഒരു സമൂഹത്തെ ഭയപ്പെടുത്തി ഭരിക്കുകയാണ്. ഒരാള് നേരെ നിന്ന് എതിർത്താൽ തീരും നിങ്ങളുടെ അഹങ്കാരം. അപ്പൊ പറഞ്ഞു വരുന്ന സഭ ഏതാണ്ട് വലിയ കൊള്ള സങ്കേതാണെന്നാണോ? സഭ ഇന്ന് ഈ കാണുന്ന വലിപ്പത്തിലെത്തിയത് ഒരുപാട് പേരുടെ ത്യാഗവും പുണ്യവും കൊണ്ടാ. അതിന് കളങ്കം വരുത്താൻ വേണ്ടി നിങ്ങളെപ്പോലെ അപൂർവം ചിലരും. നിങ്ങളൊന്നും തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. വിശന്നൊട്ടിയ വയറുമായി പള്ളിമേടയ്ക്ക് മുന്നിലെ പൊരി വെയിലത്ത് യാചിക്കുന്നവനെ കാണാതെ അവന് നൽകാതെ നേർച്ചപ്പെട്ടിയിൽ ഇട്ടതുകൊണ്ട് മാത്രം ഒരു ദൈവവും പ്രസാദിക്കില്ല.